ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണെന്ന് നോക്കാം. അതുപോലെ കമ്പനികൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണെന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയാൽ സെയിൽസ് ഗ്രോത്തിനെ കഴിഞ്ഞും കൂടുതലായിട്ട് പ്രോഫിറ്റ് ഗ്രോത്ത് വരിക എന്ന് പറയും. ഒരു 10% ഉണ്ട് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത്. അതായത് 100 രൂപ ഉണ്ടായിരുന്ന സെയിൽസ് 110 ആയിട്ട് കൂടിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് 100 രൂപ ഉണ്ടായിരുന്നപ്പോൾ കമ്പനിക്ക് ഒരു 20 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് 110 രൂപയായിട്ട് ഇവരുടെ സെയിൽസ്, അതായത് 10% സെയിൽസ് കൂടുന്ന സമയത്ത് ഇവരുടെ പ്രോഫിറ്റ് ഒരു 30 ആയെന്ന് വിചാരിക്കുക. 20 നിന്ന് 30, അതായത് 50% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നു. അപ്പോൾ ഈ 10% സെയിൽസ് ഗ്രോത്ത് വരുന്ന സമയത്ത് പ്രോഫിറ്റിൽ 50% ഗ്രോത്ത് വന്നു. ഈ രീതിയിൽ സെയിൽസിനെ കഴിഞ്ഞ് മുകളിൽ പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുക എന്ന് പറയുന്നത്. അത് കിട്ടാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ സെയിൽസ് ചെയ്യുന്നു, അതിൽ നിന്ന് അവരുടെ കോസ്റ്റ് കുറയ്ക്കുന്നു, അതിനുശേഷമുള്ള പൈസയാണ് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്, അവരുടെ ലാഭമായിട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ കോസ്റ്റിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഇവരിപ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിന്റെ മുകളിൽ ഇവർക്ക് റവന്യൂ കൂടുതലായിട്ട് വരുത്താൻ പറ്റിയാൽ കൂടുതലായിട്ട്